ഞാൻ നിമ്രോദ്, നോഹയുടെ മകനായ ഹാമിന്റെ ഗ്രാൻഡ് ചൈൽഡ്. എന്റെ മെയിൻ പരിപാടി വേട്ടയായിരുന്നു. വെറുതെ കാട്ടിൽ പോയി മുയലിനെ പിടിക്കുന്ന ചില്ലറ പരിപാടിയല്ല, ആനയെയും സിംഹത്തെയും ഒക്കെ ഒറ്റയ്ക്ക് തീർക്കുന്ന വൻ സെറ്റപ്പ്. ബൈബിളിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട്, ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം. അവൻ കർത്താവിന്റെ മുമ്പിൽ ഒരു നായാട്ടു വീരനായിരുന്നു. വേട്ട മാത്രമല്ല, ഞാനൊരു കിടിലൻ എഞ്ചിനീയറും ഭരണാധികാരിയും കൂടിയായിരുന്നു. ബാബിലോൺ, ഏരക്, അക്കാദ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ എന്റെ ക്രിയേറ്റിവിറ്റിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അന്നത്തെ റിയൽ എസ്റ്റേറ്റ് കിങ് എന്നൊക്കെ അസൂയക്കാര് പറയാറ്റുണ്ട്. ഇത്രയൊക്കെ പവറും പണവും സെറ്റപ്പും വന്നപ്പോൾ എനിക്ക് ചെറിയൊരു അസുഖം തുടങ്ങി. അതാണ് ഈഗോ. ദൈവമൊക്കെ ആരാ, ഞാനല്ല ഇവിടുത്തെ മെയിൻ എന്നായി എന്റെ ചിന്ത. അങ്ങനെയാണ് ഫേമസ് ആയ ബാബേൽ ഗോപുരം പണിയാൻ പ്ലാൻ എടുക്കുന്നത്. ദൈവത്തിനൊപ്പം എത്താൻ വേണ്ടി ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. പക്ഷേ പണി പാളി. ദൈവത്തെ വെല്ലുവിളിക്കാൻ നോക്കി എനിക്ക് ദൈവം ഒരു 118ന്റെ പണി തന്നു. കമ്മ്യൂണിക്കേഷൻ എറർ. ഞാൻ പറയുന്നത് അവർക്കും അവര് പറയുന്നത് എനിക്കും മനസ്സിലാവണില്ല. പ്ലാനൊക്കെ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി. മച്ചാന്മാരെ, ഇന്നത്തെ പല പല പ്രശ്നങ്ങളുടെയും പ്രധാനം പ്രോബ്ലം കമ്മ്യൂണിക്കേഷനാണ്. എത്ര തണ്ടും തടിയും ഉണ്ടായാലും പവറും പണവും ഉണ്ടായാലും കമ്മ്യൂണിക്കേഷൻ പോയ പൊളിഞ്ഞ് തരിപ്പണമാവും. ദൈവവുമായുള്ള കമ്മ്യൂണിക്കേഷനും സഹോദരങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷനും സൂപ്പറാക്കിയാൽ ഒരാൾക്കും നിന്നെ മുട്ടാൻ പറ്റില്ല.